2 വർഷത്തില UAE വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജോലി ഈ സ്ഥലത്ത് നിന്ന് നേരിട്ട് ഇപ്പം ആ ഒരു ആവശ്യത്തിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം എന്നുള്ളതിൽ വീഡിയോ അങ്ങനെ തുടങ്ങി. വീഡിയോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആ ബസ്സിൽ ഇരിക്കുമ്പോൾ ആ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഓരം എന്ന് പറയാം, നമ്മൾ മലയാളത്തിൽ ഓരം എന്നാണ് പറയുക. ഞാനൊക്കെ പറയണ്ട അങ്ങനെ കേട്ടോ. അങ്ങനെ ഈ ഓരത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ മൊബൈൽ എടുക്കണം. അപ്പോൾ സെൽഫി സ്റ്റിക്കിൽ വെച്ച പോലെ തന്നെ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നു. പക്ഷെ അതെന്തൊക്കെയോ എൻ്റെ ഇതുകൊണ്ട് അങ്ങനെ ഉരുണ്ട് താഴത്തെത്തിയില്ല. അപ്പോഴേക്കും ഞാൻ പിടിച്ച് മൊബൈൽ, അങ്ങനെ മൊബൈലൊക്കെ കിട്ടി. അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം അറിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ അറിയണം. ബസ് സ്റ്റോപ്പിൽ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ട്, അറിയാനുണ്ട്. ഞാനൊരു ഡ്രൈവർ മാത്രമാണ്, എനിക്ക് സ്ഥലമൊന്നും അറിയില്ല എവിടെയെന്നുള്ളത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു പറഞ്ഞ് തന്നെ ഒഴിവാക്കിയിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പറഞ്ഞും തരും, അല്ലാണ്ട് നമുക്ക് അറിഞ്ഞും തന്നെ കയറണം. അങ്ങനെ ഇറങ്ങുന്ന സ്ഥലമാകുമ്പോൾ നമ്മൾ ആ ഒരു പ്രസ് ബട്ടണിൽ, സ്റ്റോപ്പ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഓട്ടോമാറ്റിക് അതിൻ്റെ സൗണ്ട് അവർക്ക് എത്തും. പിന്നെ ഈ വഴികളിൽ കൂടെയൊക്കെ പോയിട്ട് ഇതിപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് നേരിട്ട് വേറെ വന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കണക്ഷനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ UAE വന്നതിന് ശേഷം നമ്മൾ എടുത്തേക്കണ സിം ഉണ്ട്, അതായത് നമ്മുടെ എമിറേറ്റ്സ് ഐഡിയിൽ എടുത്തേക്കണ റെസിഡൻസി സിമ്മിന് 2 വർഷത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. ആ 2 വർഷം കഴിയുമ്പോൾ അത് കട്ടാവും. നമ്മൾ പിന്നെ നമ്മുടെ എമിറേറ്റ്സ് ഐഡി അതിലേക്ക് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ കുറേ ദിവസങ്ങളായി മെസ്സേജ് വരുന്നത്. പക്ഷെ എന്താണ് കാരണം എന്നറിയാണ്ട് ഞാനത് അങ്ങോട്ട് ലീവ് ചെയ്ത് വിടായിരുന്നു. അങ്ങനെ കണക്ഷൻ ബസ്സൊക്കെ കിട്ടി. ഇതിപ്പോൾ പോകേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൈനിൽ നിന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ അലൈനിൽ ജിമ്മി മാളിൻ്റെ ഒക്കെ അടുത്തുണ്ടെങ്കിൽ ജിമ്മി മാളിൽ കാരിഫോറിൽ എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 സിമ്മിൻ്റെ, അതായത് ഡുവോൻ്റെതുണ്ട്, എത്തിസലാത്തിനുണ്ട്. എൻ്റെത് എത്തിസലാത്തായിരുന്നു. ഒരു പൈസ ചിലവൊന്നുമില്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ സിമ്മ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്കൊക്കെ എന്തായാലും ഇതൊരു ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ പിന്നെ ജിമ്മിയിലെത്തി അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും. പിന്നെ അതൊന്നും ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ സിമ്മൊക്കെ ശരിയാക്കി ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഓക്കെ ആയി. അങ്ങനെ പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, ആക്സിലേറ്ററിൽ കയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടി. ഞാൻ 4 വട്ടവും 4 പറവും ഞാൻ നടന്ന് ലിഫ്റ്റ് നോക്കിയിട്ട് ലിഫ്റ്റൊക്കെ ബിസിയും, പിന്നെ ഏതോ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണില്ല. ഞാൻ എവിടേക്കെയോ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടിയില്ല, ചോര വന്നില്ല, പക്ഷെ നല്ല വേദന എടുത്ത് എക്സിലേറ്റർ കയറാനുള്ള പേടി. അങ്ങനെ പിന്നെ കാരിഫോറിലൊക്കെ നടന്ന് മീനൊക്കെ മേടിച്ച് അങ്ങനെ പിന്നെ തിരിച്ച് വീടെത്തി. അപ്പം ഇന്നത്തെ